മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 30-ാം വാക്യം ദൈവരാജ്യത്തിൻ്റെ ഉപമയാണ് കാണുന്നത്. ദൈവരാജ്യത്തെ ഉപമിക്കുന്നത് എന്തിനോടെന്നറിയാമോ? കടുകുമണിയോട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമയാണിത്. ഏറ്റവും ചെറുതാണ് കടുക്. ഇതിനോട് ദൈവരാജ്യത്തെ ഉപമിക്കുകയാണ്. നമ്മുടെ സ്വപ്നത്തിൽ ദൈവരാജ്യം എത്ര വിശാലമാണ്, എത്ര വൈവിധ്യം, എത്ര കളർഫുള്ളാണ്. ഇമേജറി വലിയൊരു വലിപ്പത്തിലാണ് നമ്മുടെ മനസ്സിൽ ദൈവരാജ്യം എന്ന സ്വപ്നം കിടക്കുന്നത്. എന്നാൽ ദൈവരാജ്യം എന്നത് ഒരു കടുകുമണിയാണെന്ന് പറയുക. എത്രമാത്രം കുഞ്ഞു സ്വപ്നമായി ദൈവരാജ്യത്തെ ഉപമിക്കാൻ വചനം കൊണ്ടുവരികയാണ്. പിന്നെ പറയുകയാണ്, ഇത് പാകിക്കഴിയുമ്പോൾ, നിലത്ത് പാകിക്കഴിയുമ്പോൾ ഭൂമിയിലുള്ള എല്ലാ വിത്തിനേക്കാൾ ചെറുതാണിത്. എന്നാൽ പാകിക്കഴിയുമ്പോൾ അത് വളർന്ന് ഒരു ചെടിയേക്കാളും വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. ആകാശത്തിൽ പക്ഷികൾ വന്ന് അതിന്മേ തണൽ ചേക്കേറുകയും ചെയ്യും. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത അതാണ്. ഒരു കുഞ്ഞു കാര്യമായി നിന്റെ മനസ്സിൽ അത് ഇരിക്കട്ടെ. അത് വിതർന്നിടം അത് വലിയ ഫലങ്ങൾ പുറപ്പെടുവിച്ച് കാണും. അനേകർക്ക് ആശ്വാസം കിട്ടുന്ന പോലെ അനേകം പറവകൾക്ക് വന്ന് ചേക്കേറാനുള്ള വിഷയമായി, മരമായി നീ പതുക്കെ പതുക്കെ ഈ കടുകുമണി മാറുന്നു എന്നതിൻ്റെ അർത്ഥം നീ പതുക്കെ പതുക്കെ അനേകർക്ക് ആശ്വാസം തരുന്ന, ദൈവരാജ്യത്തിൻ്റെ സമീപനങ്ങൾ കൊടുക്കുന്ന വ്യക്തിയായി മാറും എന്നാണ് അതിൻ്റെ അർത്ഥം. ഹൃദയത്തിൽ ചെറിയൊരു സ്ഥാനം ദൈവരാജ്യത്തിന് കൊടുക്കാമോ? നീ അനേകർക്ക് വൻമതിലായി, അനേകർക്ക് സംരക്ഷണം നൽകുന്ന, സന്തോഷം നൽകുന്ന, കൃപ പകരുന്ന വ്യക്തിയായി മാറുമെന്നതിനർത്ഥം. അനേക ഇടങ്ങളിൽ നിന്ന് വരും. നീ കണ്ടിട്ടില്ലാത്ത ദേശം തേടി കടന്ന് നിന്നിലേക്ക് ഓടിയെത്തും. ഈ കിളികൾ എവിടെ നിന്നാണ് വരുന്നത് ആർക്കറിയാം? ഇവിടെ നിന്നൊക്കെയോ വന്ന് ചേക്കേറുന്ന ഒരു മരമായി, സുഖം കൊടുക്കുന്ന വ്യക്തിയായി, തണൽ കൊടുക്കുന്ന വ്യക്തിയായി നീ മാറുന്നു എന്നതിൻ്റെ അർത്ഥം ഇതാണ്. ദൈവരാജ്യം കടുകുമണിക്ക് സദൃശ്യമാണ്. സുന്ദരമായ ഒരു കാഴ്ച നിന്റെ ജീവിതത്തിൽ സ്വർഗം തരട്ടെ. ആമേൻ.